ശ്രീ വിശ്വൻകുട്ടി, ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ്. കേരളം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. അതെ അതെ, തീർച്ചയായിട്ടും. അവിടെ നമുക്കറിയാം, കഴിഞ്ഞ തവണ അക്കൗണ്ട് പൂട്ടിച്ച് BJP തുറന്ന് അക്കൗണ്ട് പൂട്ടിച്ച് ചരിത്രം കുറിച്ചൊരു മണ്ഡലം കൂടി. എങ്ങനെയാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? നേമത്ത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ നാൾ വഴികളെ സംബന്ധിച്ചിടത്തോളം. അത് വീണ്ടും ഇനിയിപ്പോൾ ഈ അവസാന നിമിഷം അത് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നേമത്ത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലാകെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, വീണ്ടും LDF അധികാരത്തിൽ വരും എന്നുള്ളതിൽ. പല എക്സിറ്റ് പോൾ ഏജൻസികളും പല കണക്കുകളും പറയുന്നുണ്ട്, പല ടെലിവിഷൻ ചാനലുകളും പല കണക്കുകളും പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നതിൻ്റെ അത്രയും സീറ്റിൽ പോയില്ലെങ്കിൽ അതിന് താഴെയുള്ള സീറ്റിൽ ഞങ്ങൾ അധികാരത്തിൽ വരും എന്നുള്ളത് തന്നെയാണ്. അതെ മിനിസ്റ്റർ, ഒരു കാര്യം, അതായത് ഇപ്പോൾ ഈ നമ്മൾ ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ്. പക്ഷേ ഇന്നലെ വന്ന ഒരു ദൃശ്യമുണ്ട്. VD സതീശൻ, പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ മംഗലാപുരത്തെ NDA നേതാവുമായി നടത്തിയ ഒരു കൂടിക്കാഴ്ച. അത് എന്തിനായിരുന്നു കൂടിക്കാഴ്ച? ഈ കർണാടകത്തിലെ കോൺഗ്രസ് നേതാക്കൾ പോലും അറിയാതെ VD സതീശൻ ഈ NDA നേതാവുമായി എന്തിനു കൂടിക്കാഴ്ച നടത്തി എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരം VD സതീശൻ മലയാളികളോട് പറയണ്ടേ? ഏതൊക്കെ തരത്തിൽ? നമുക്കറിയാം, അദ്ദേഹം ആ RSSന്റെ ഗോൾവാൾക്കറിന്റെ മുന്നിൽ പോയി വിളക്ക് കൊളുത്തിയ അടക്കമുള്ള കാര്യങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും വലിയ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ എന്നൊരു സംശയം ഉടലെടുക്കുന്നുണ്ട്. നേരത്തെ തന്നെ അവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഉള്ള അൻവർ തന്നെ പറഞ്ഞത് കർണാടകത്തിൽ നിന്ന് കുറേ പണം കണ്ടെയ്നറിൽ 150 കോടി കൊണ്ടുവന്ന കണക്കുകളൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് ഈ VD സതീശന്റെ മംഗലാപുരം ആ JDS നേതാവിനെ, NDA നേതാവിനെ കണ്ടതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത്? ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി പ്രചരിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരത്തേക്ക് യാത്ര ചെയ്തതിനെ സംബന്ധിച്ചിടത്തോളം. ആ ഫ്ലൈറ്റിൽ അദ്ദേഹത്തിന് ഒരു ആളെ മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് രജികുമാർ എന്നാണ്, രജികുമാർ എന്നാണ്. രജികുമാർ ആണെങ്കിൽ സ്വർണ്ണപ്പാളി കേസിൽ പോലീസ് ചോദ്യം ചെയ്യുകയും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. എന്ന് മാത്രമല്ല, സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചെന്ന് NDA BJP നേതാക്കന്മാരായിട്ടാണ് ചർച്ച ചെയ്തത്. അവിടുത്തെ കോൺഗ്രസിൻ്റെ കമ്മിറ്റി അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വോട്ടെണ്ണലിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കിയ അവസരത്തിൽ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോകുന്നതിന് വേണ്ടിയുള്ള കാശ് ആരാണ് മുടക്കിയത്? എന്തിനു വേണ്ടിയാണ് പോയത്? അവിടെ കോൺഗ്രസ് തീരുമാനിച്ചിട്ടാണോ പോയത്? ഇക്കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം KC വേണുഗോപാലും KPCC പ്രസിഡന്റും കർണാടകത്തിലെ കോൺഗ്രസ് നേതാക്കളും ഈ കാര്യത്തിൽ വ്യക്തത വരുത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല മിനിസ്റ്റർ, ഇതിനകത്ത് ഇതിലൂടെ കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ LDF ഉയർത്തിയ BJP UDF ഡീൽ, ആ പഴയ വടകര ബേപ്പൂർ മോഡൽ കോലീബി സഖ്യം, അത് തുടരുന്നുണ്ട് ഇപ്പോഴും എന്ന് LDF ഉയർത്തിയത് കേവലം രാഷ്ട്രീയമായ ഒരു ആരോപണമല്ല, അതിൽ വസ്തുതയുണ്ട് എന്ന് ഈ മംഗലാപുരം സംഭവവുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കാമോ മിനിസ്റ്റർ? ഇല്ല, അത് കൂട്ടി വായിക്കണമല്ലോ, വായിച്ചാലേ മതിയാവൂ. എന്നാൽ അതിനപ്പുറമായിട്ട് ഈ 2 ദിവസം ബാക്കി നിൽക്കിയ സ്വർണ്ണപ്പാളി മോഷണ കേസിലെ പ്രതിയെന്ന് സംശയിക്കപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്ത രജികുമാറിനെയും കൂട്ടി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഇത്ര ധൃതി പിടിച്ച് മംഗലാപുരത്തേക്ക് പോയത് എന്തിന്? ആരാണ് ഇതിൻ്റെ കാശ് മുടക്കിയത്? ഇത്രയും അത്യാവശ്യമായിട്ട് ചാർട്ടേഡ് ഫ്ലൈറ്റ് പിടിച്ച് പോകേണ്ട എന്തെങ്കിലും ആവശ്യം ഉണ്ടായിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം KPCCയും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാരും KC വേണുഗോപാലും ഒക്കെ തന്നെ വ്യക്തമാക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അവരുടെ പ്രതികരണം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് വേണ്ടി കഴിയൂ. ശരി മിനിസ്റ്റർ, ഒരുപക്ഷെ ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ട്രോളായതാണ് ഈ KPCC ആസ്ഥാനത്ത് പന്തലിടുന്നു, അതോടൊപ്പം തന്നെ പായസ വിതരണത്തിന് തയ്യാറെടുക്കുന്നു. എല്ലാ അർത്ഥത്തിലും ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ട് എന്നാണ് മാധ്യമങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഈ ആത്മവിശ്വാസം? അത് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മംഗലാപുരം യാത്രയുമായി ആ ഡീലുമായൊക്കെ ചേർത്ത് കൂട്ടി വായിക്കപ്പെടേണ്ടതുണ്ടോ? ഒരു ഡീൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും നടന്നിട്ടുണ്ടോ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? സാധാരണഗതിയിൽ ഐക്യകേരള രൂപീകരണത്തിന് ശേഷം നടന്നിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനത്തിന് മുമ്പ് പന്തലിട്ട് ആഘോഷത്തിന് വേണ്ടിയുള്ള പായസം വയ്ക്കുകയും അതിൻ്റെ തയ്യാറെടുപ്പുകൾ സാധാരണ ഉണ്ടാവാറില്ല. ഇതിപ്പോൾ എന്തുദ്ദേശിച്ചാണ് അവർ ഇങ്ങനെ ഒരു നീക്കത്തിന് തയ്യാറായി എന്ന് സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധാരണ മനുഷ്യന് മനസ്സിലാവുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഇതിലെന്തോ ഒരു
അത്ഭുതകരമായിട്ടുള്ള രഹസ്യം അവർ സൂക്ഷിക്കുന്നുണ്ടാവാം. യെസ്. ശരി, ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു.